അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഗ്ലൈവിൻ്റെ തന്നെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രീ ഫയർ കണ്ടന്റുമായിട്ട് തന്നെയാണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നൊരു BR റാങ്കഡ് കളിച്ചു. ഞാനും ഗ്ലിസൈഡും ഷാഡോയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ചാടുന്ന പോലെ തന്നെ കാട്ടിലെ സ്റ്റീവേ ചാടും, അവിടുന്ന് ഒബ്സർവേറ്ററിലോട്ട് പോകും, തിരിച്ച് വന്നാണ് ഗൈസ് എനമീനെയൊക്കെ കൊല്ലുന്നത്. അപ്പോൾ നമുക്ക് നേരെ മാച്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഗൈസ് നമ്മളെപ്പോഴും കാട്ടിൽ സ്റ്റീവേന്ന് ലൂട്ട് സെറ്റാക്കിയിട്ടാണ് ഒബ്സർവേറ്റർ പോകുന്നത്. പക്ഷേ ഇന്ന് ലൂട്ട് സെറ്റാക്കാതെ പെട്ടെന്ന് തന്നെ ഒബ്സർവേറ്റർ പോകുന്നപ്പോൾ അവിടെ എനിമി കാട്ടിൽ സ്റ്റീവേൽ എനിമി ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ വന്നു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാണ് നമ്മുടെ ടീംമേറ്റ് വന്നത്. ടീംമേറ്റ് വന്നപ്പോഴേക്കും തന്നെ അവൻ ഒബ്സർവേറ്ററുടെ അപ്പുറത്തെ സൈഡിൽ ആ എനിമി പാർക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്നിടത്ത് അടി കിട്ടി. അപ്പോൾ നമ്മൾ നൈസ്ലി കവർ എടുത്ത് ഡയറക്റ്റ് അവനെ കയറി ചെന്ന് കൊല്ലാൻ പ്ലാൻ ചെയ്ത് അപ്പോഴത്തേക്കും നമുക്കൊരു M80 കൂടെ കിട്ടി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളൊന്നും നോക്കിയില്ല, MP40 കൊണ്ട് നേരെ കയറി ചെന്ന് ആ എനിമീനെ അങ്ങ് കുത്തി പിടിച്ചിട്ടു. ആ എനിമീനെ കുത്തിപ്പിടിച്ച് നോക്കാക്കിയപ്പോഴത്തേക്കും കേസ് അവൻ്റെ ടീം പുറകിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അവൻ്റെ ടീം പുറകിൽ നിന്ന് നമുക്ക് ഡാമേജ് വന്നു. നമ്മുടെ ടീമിൽ 2 പേര് നോക്കായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഗ്ലൂ വാൾ ഇട്ടിട്ട് നമ്മളവിടുത്തെ കണ്ടം പിടിച്ച് നമ്മുടെ ടീമിനെ റിവീവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കേസ് നമ്മൾ ഓടി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു ടീം അങ്ങ് ഡെത്തായി പോയി. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ ആ നോക്കായി കിടന്ന ടീമിനെ റിവീവ് ചെയ്ത് ഇച്ചിരി ഒന്ന് വലിഞ്ഞ് നിന്ന് പതുക്കെ എനിമീനെ അടിക്കുക. അതായത് നമ്മുടെ ഡെത്തായി പോയ ടീമിനെ പൊക്കിയിട്ട് എനിമീനെ അടിക്കാതിരുന്നപ്പോഴത്തേക്ക് എനിമി കേസ് നമ്മുടെ നേരെ കയറി വന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം ഡാമേജ് കൊടുത്തപ്പോഴേക്കും നമ്മുടെ ടീം ആ കില്ലങ്ങ് കൊണ്ടുപോയി. കുമ്മനായിട്ടൊന്നും കൂട്ടുന്നില്ല. പിന്നെ കേസ് അവിടെ നിന്ന് ലൂട്ട് സെറ്റാക്കി നമ്മുടെ ടീമിനെയും പൊക്കി പതുക്കെ നമ്മൾ നേരെ ഗ്രേവ് യാർഡിലേക്ക് പോകുന്നു. ഗ്രേവ് യാർഡ് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പോ എനിമി ഉണ്ടോയെന്നൊക്കെ ടീം പറയുന്നത് കേട്ട് നമ്മൾ ഗ്രേവ് യാർഡ് വീട് മൊത്തം അരിച്ച് പറക്കുമായിരുന്നു ഗൈസ്. ഗൈസ് അങ്ങനെ കുറച്ച് നേരത്തെ അന്വേഷണം നമ്മുടെ ടീം ആ എനിമീനെ അങ്ങ് കൊന്നിട്ടുണ്ട്. ആ എനിമിയുടെ ലൂട്ട് നമ്മൾ ഇവിടുന്ന് നേരെ പോയത് ഭീമശക്തി ഷിപ്പിലേക്കായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിമി ഫയർ ഒക്കെ കണ്ടു. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് റഷ് ചെയ്താൽ നോക്കുമ്പോഴത്തേക്കും ദേഹേസ് ഒരുത്തനെ പൊക്കിയിട്ട് വെൻഡിങ് മെഷീൻ അവിടെ നിന്ന് ഓടുന്ന കണ്ടു. പക്ഷേ ഞാൻ ആ മാച്ചിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചില്ലായിരുന്നു തോന്നുന്നത്. പിന്നെ ഞാനത് ശ്രദ്ധിച്ചാൽ അവനെ പുറകെ പോയി അവനെ MP40 കൊണ്ട് കുത്തി പിടിച്ചിട്ടാ നോക്കിയെങ്കിലും അവൻ കവർ എടുത്തു കേസ്. അപ്പോഴത്തേക്കും നമ്മളൊന്നും നോക്കിയില്ല, ഐറിസിൽ അടിച്ചപ്പോഴത്തേക്കും അവൻ ഇറങ്ങി ഓടുന്നു കേസ്. അപ്പോൾ കേസ് നമുക്ക് ആകെപ്പാട് നമ്മൾ അത്രയും ഡാമേജ് കൊടുത്തു. അപ്പോഴത്തേക്ക് സപ്പോർട്ട് വരെ നമ്മുടെ ടീം വന്നു. സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഇവനാണ് നമ്മുടെ ടീമിൽ ഏറ്റവും മികച്ചതായിട്ട് കുമ്മുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ കില്ല് എടുക്കാൻ വേണ്ടി തന്നെ ജനലിൻ്റെ വെളിയിൽ കൂടെ ഓടി വന്ന് അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും അവൻ ഗ്ലൂവാളിലോട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിൽ ആ കില്ല് കിട്ടി ഗൈസ്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച കുമ്മനാണ് ഗ്ലിസൈഡ്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആരെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അവരുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്തിട്ടില്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കേസ് അത് കഴിഞ്ഞൊരു ഫോറസ്കോപ്പൊക്കെ മേടിച്ച് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇതേ കേസ് എടുത്ത് വണ്ടി കൊണ്ട് ഇറങ്ങി വന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി. അപ്പോൾ കേസ് ഒന്നും നോക്കിയില്ല, നേരെ കയറി MP40 കൊണ്ട് അവരെയും കുത്തിപ്പിടിച്ചങ്ങ് ഫിനിഷ് ആക്കി വിട്ടു. അങ്ങനെ അവൻ്റെ ടീം തന്നെ വൈപ്പോട്ടായി പോയി. അവനെ റിവ്യൂ ചെയ്യാനുള്ള സമയം പോലും കൊടുത്തില്ല, അതിന് മുമ്പ് തന്നെ അവനെ ഫിനിഷ് ചെയ്തു. അതോ 1v4 ആയിരുന്നു അറിയത്തില്ല. കാരണം കേസ് അവൻ അവിടെ അത്യാവശ്യം ടൈം എടുത്തായിരുന്നു, അവൻ റിവ്യൂ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ കേസ് നമ്മൾ അവിടെ നേരെ മറ്റേ പീക്കിൻ്റെ താഴെയുള്ള ഭാഗത്തോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ LCPൻ്റെ അവിടെ എനിമി ഉണ്ടായിരുന്നു. ആ എനിമിനെ നമ്മുടെ ടീം നോക്കാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് റഷ് ചെയ്തപ്പോഴത്തേക്ക് കേസ് അവന് ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, അവൻ സുഖമായിട്ട് തന്നെ അടിച്ചിട്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ കുമ്മനടി ഫ്രണ്ട് വന്ന് നമ്മളെ പൊക്കിയിട്ടുണ്ട്. മറ്റേ ടീം ഓടി വന്നായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ ഐറിസ് ഇട്ട് കേസ്. ഞാൻ 2-3 ഗ്ലൂവാളിട്ട് ഐറിസിൻ്റെ ഡാമേജ് പോകാൻ വേണ്ടി. അതിന് നമ്മളൊന്നും നോക്കിയില്ല, നേരെ LCPൻ്റെ ആ ഭാഗത്തോട്ട് കയറി കവർ എടുത്ത് കേസ്. അപ്പോൾ കേസ് ഇവിടെ ഉണ്ടായിരുന്ന എനിമീനെല്ലാം ഫിനിഷ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കേസ് നമ്മുടെ ടീം ജസ്റ്റ് ഒന്ന് ഡെത്തായിട്ടുണ്ട്. അപ്പോൾ അവൻ റിവ്യൂ ചെയ്യടാന്ന് പറഞ്ഞ് കാറി കൊണ്ട് തന്നെ നമ്മുടെ 2ാം നമ്പർ ടീംമേറ്റ്, അതായത് നമ്മുടെ കുമ്മനടി രാജാവ് മണ്ടയിലോട്ട് ഓടാൻ നോക്കി. ഇത് പീക്കിലോട്ട് കയറി പൊക്കാനായിരിക്കും അത്ര എനിമീനെ അടക്കി പീക്കിൽ. അപ്പോൾ കേസ് അവൻ്റെ ബാക്കി സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും നമ്മളെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതായത് നമ്മൾ വേറെ എനിമീനെ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറെ എനിമയാണ് നമ്മളെ അടിച്ചത്. സ്വാഭാവികം, ആരാണേലും ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ കേസ് നമ്മളെന്നാലും കളിയാക്കിയെങ്കിലും നമ്മുടെ ടീം അവൻ്റെ ജീവൻ അതായത് പണയപ്പെടുത്തി നമ്മളെ 2 പേരെ പൊക്കിയപ്പോഴത്തേക്കും അവൻ ഏതായിട്ട് ജസ്റ്റ് ഒന്ന് ഡെത്തായി. അപ്പോഴത്തേക്കും നമ്മൾ അവനെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി അവിടെ തന്നെ വന്നിറങ്ങി. അപ്പോഴത്തേക്ക് എന്നെ പുറകിൽ അടിച്ച് നോക്കാക്കി. എന്നാ ചെയ്യാനാ, മുമ്പേ പറഞ്ഞ പോലെ ആരാണേലും അവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അത്രേ ഉള്ളൂ. ബാക്കി നമ്മുടെ ലൈവുള്ള ടീംമേറ്റാണ് ഈ പാറയുടെ പുറകെ കവർ എടുത്തിരിക്കുമായിരുന്നു. അപ്പോൾ അപ്പുറത്തെ ഒരു എനിമീനെ സ്പോട്ട് ചെയ്ത് മോൺസ്റ്ററൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു എനിമി കയറുന്നു. ഇവൻ അടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവനെ അടിച്ച് ഉറക്കി വിട്ടു കേസ്. മാച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് റീപ്ലേ റെക്കോർഡ് ചെയ്തതാണ്. ഇതുപോലത്തെ ഒരു കിടിലം വീഡിയോ വരുന്നതോടെ വരെ ബൈ.